ഇന്ന് നേഷൻ ഫസ്റ്റിൽ എന്നോടൊപ്പം അതിഥിയായുള്ളത് കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ അംഗവും അധ്യാപികയുമായ പ്രിയ വിനോദാണ്. നമസ്കാരം ടീച്ചറെ. നമസ്കാരം. നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഒരേ സമയം അനുകൂലവും പ്രതികൂലവുമായ രണ്ട് വിധികളാണ് വന്നിട്ടുള്ളത്. ഒന്ന്, ഈ പറയുന്ന നവകേരള സർവേ, അതിൽ ഹൈക്കോടതിയുടെ ഉത്തരവിനെ റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് സർക്കാരിന് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ വലിയൊരു ആനുകൂല്യം തന്നെയാണ്. ഇപ്പോഴത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂട് അടുത്ത് നിൽക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. അതേസമയം ഈ പറയുന്ന ഡാറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പ്രതികൂല സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിൽക്കുന്നത് എന്ന് വേണം പറയാനായിട്ട്. പക്ഷേ ഈ പറയുന്ന വ്യക്തിപരമായ ഓരോ മെസ്സേജുകൾ ഇപ്പോൾ ടീച്ചർക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ടീച്ചറുടെ ഫോണിൽ പോലും ഒരുപക്ഷെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. DA-യുമായി ബന്ധപ്പെട്ടും പെൻഷനുമായി ബന്ധപ്പെട്ടുമൊക്കെ വ്യക്തിപരമായ ആളുകൾക്ക് പേരെടുത്ത് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ സംസ്ഥാന സർക്കാരിനുണ്ടാകുന്ന ഒരു പ്രത്യേകതരം ഒരു മമത അല്ലെങ്കിൽ ഒരു സ്നേഹം മുതലെടുക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റേ സർക്കാരിന് എത്രത്തോളം ബാധിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം ഡാറ്റയുമായി ബന്ധപ്പെട്ട് തിരിച്ചടി നേരിട്ടെങ്കിലും അവർക്ക് അവരുടെ കാര്യം നടന്നു. ഇനിയിപ്പോൾ നവകേരള സർവേയിൽ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ PR ജനങ്ങളുടെ കയ്യിലെ പണം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നടത്താൻ സാധിക്കും എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം? അല്ല വർഷ, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇപ്പൊ അവരിൽ മെസ്സേജ് അയച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഏകദേശം 1 കോടിയോളം 85 ലക്ഷത്തിലധികം ആൾക്കാർക്കാണ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല, പെൻഷനേഴ്സിനും സംരംഭകർക്കും ഒക്കെയാണ് ഇവർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇതിപ്പോ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്ത് തന്നെയായാലും ഈ മെസ്സേജ് കിട്ടിയ ഓരോ സർക്കാർ ജീവനക്കാരനും ഈ വിഷയവും കൂടി അറിയുകയാണ്. കോടതിയിൽ നിന്നും ഇന്നുണ്ടായ വിധി, അതായത് ഈ ഡാറ്റ മോഷണം അത് എത്രത്തോളം ഗുരുതരമായ കൃത്യമാണെന്നും അത് എന്തുമാത്രം തെറ്റാണെന്നും അതുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെ പോലെ ഒരാൾ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഇത് ചെയ്തത് അദ്ദേഹം ജയിലിൽ പോകേണ്ട ഒരു കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. അത് സർക്കാർ ജീവനക്കാർക്ക് മുഴുവനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ മെസ്സേജ് അയച്ചത് കൊണ്ട് തന്നെ ഒരു ലാഭവും അവർക്ക് ഉണ്ടാകുന്നില്ല. പിന്നെയുള്ളത് പെൻഷനേഴ്സും മറ്റു സംരംഭകരും അവരും അങ്ങനെയുള്ളവരാണ്. ഈ സംരംഭകർക്കൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ മെസ്സേജ് അയച്ചു എന്ന് പറയുന്നത്? ഇത്രയും ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഇവർക്ക് താങ്ങാൻ കഴിയുന്നതിലധികം അല്ലെങ്കിൽ വിചാരിക്കാൻ കഴിയാത്തതിനൊക്കെ അപ്പുറമുള്ള സംരംഭങ്ങൾ നടത്താൻ സർക്കാർ സഹായിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മുഖ്യമന്ത്രി നേരിട്ട് തന്റെ പേരെടുത്ത് പറഞ്ഞൊരു മെസ്സേജ് ചെല്ലുമ്പോൾ ആർക്കായാലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, അവർ നമ്മളെ ശ്രദ്ധിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടാകും എന്നുള്ള രീതിയിലാണ് ഇവർ ഇത് അയച്ചത്. പക്ഷെ ഇത് എന്ത് ചെയ്താലും ഇവർക്ക് തന്നെ തിരിഞ്ഞ് വരികയാണ്. അപ്പോ ഈ കോടതി വിധി വന്നിരിക്കുന്നത് അല്ലെങ്കിൽ കോടതി ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഈ സ്പാർക്ക് പോലെയുള്ള ഒരു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകുന്നതിന് വേണ്ടിയിട്ടും അത്തരം ഫിനാൻസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു ആപ്പിൽ വന്നിരിക്കുന്ന വിവരങ്ങൾ, ഇത്തരം വിവരങ്ങൾ ഉപയോഗിച്ച് ദുരുപയോഗം ചെയ്തിരിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും എന്താണ്, ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും അത് ദുരുപയോഗം ചെയ്യുന്നത് ശരിക്കും ഭരണഘടനയുടെ 23-ാം അനുച്ഛേദ അതിന്റെ ലംഘനമാണ്. അതുപോലെ തന്നെ സൈബർ രംഗത്തും 2023-ലെ ഒരു നിയമമുണ്ട്. അതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചട്ടലംഘനങ്ങളാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് NGO അസോസിയേഷൻ കോടതിയിൽ പോവുകയും തുടർന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ കണ്ടത്. അപ്പൊ ഇത് സർക്കാർ ജീവനക്കാർക്കിടയിൽ നല്ല രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ഇത് LDFന്റെ അനുകൂല അല്ലെങ്കിൽ സർക്കാർ അനുകൂല സംഘടനയിലെ ആൾക്കാർ പോലും ഇതിനെതിരാണ്. എല്ലാവരും, അവർക്ക് പരസ്യമായി പറയാൻ സാധിക്കില്ല, ഒന്നുകൊണ്ടും പരസ്യമായി പറയാൻ സാധിക്കത്തില്ല. പക്ഷെ എനിക്ക് നേരിട്ടറിയാം എത്രയോ പേർ, കാരണം എന്റെ കുടുംബത്തിലും ഇത്തരം മെസ്സേജുകൾ വന്നിട്ടുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേർക്ക് ഇത്തരം മെസ്സേജുകൾ വന്നതാണ്. അതിൽ തന്നെ സർക്കാർ അനുകൂല സംഘടനയിലെ നേതാക്കളുണ്ട്, അംഗങ്ങളുണ്ട്, ഒക്കെയാണ്. അവർക്ക് പോലും ഇതിനോട് യാതൊരു യോജിപ്പും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെസ്സേജ് അയച്ചതിലൂടെ കുറച്ചുകൂടെ ജനവികാരം പിണറായി സർക്കാരിന് എതിരാവുകയാണ് ചെയ്തത്. ഇതൊരു നയരൂപീകരണം എന്നുള്ള രീതിയിലാണ് അവർ സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് ഇവർ ഈ ഡേറ്റാസ് കളക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ സർവേ നടത്തുന്ന കാര്യമാണല്ലോ നമ്മൾ പറയുന്നത്. സർവേ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ 10 വർഷം ഇവരാണ് ഇവിടെ ഭരിച്ചത്. എന്നിട്ട് ഇത് സദ്ഭരണമാണ്, ഞാൻ നല്ലവനാണ്, ഞാൻ വിശുദ്ധനാണ്, എന്റെ കൈകളിൽ പിന്നെ എന്താണ് കറയില്ല, പിന്നെന്തോ പറയുമല്ലോ, മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കേണ്ടതുള്ളൂ, ഇങ്ങനെ കുറെ പഴഞ്ചൊല്ലുകളും പറഞ്ഞിട്ട് ജനങ്ങൾക്കിടയിൽ ബോർഡ് വെക്കുകയല്ല ചെയ്യേണ്ടത്. ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് അനുഭവിച്ചിട്ടാണ് ഒരു ഭരണം സദ്ഭരണമാണോ ദുർഭരണമാണോ എന്ന് പറയേണ്ടത്. ഇവിടെ ഒരു ജനവും ഒരു മനുഷ്യനും ഈ 10 വർഷത്തെ ഭരണം സദ്ഭരണമാണെന്ന് പറയത്തില്ല.
അതുകൊണ്ട് തന്നെയാണ് ഓരോരുത്തർക്ക് നേരിട്ട് മെസ്സേജ് അയക്കുന്നതും 85 ലക്ഷം ആൾക്കാരുടെ വീടുകളിലേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിരുന്നത്. ഇപ്പോ സുപ്രീം കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി അല്ലെങ്കിൽ ഒരു താൽക്കാലികമായി ഇങ്ങനെ ഒരു സ്റ്റേ വരാൻ കാരണം എന്ന് പറയുന്നത് ഇവർ ഈ സർക്കാർ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു അതിന്റെ അഭിപ്രായം അറിയുന്നതിന് വേണ്ടിയിട്ട് നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അപ്പോൾ എതിർവിഭാഗം പറഞ്ഞത് അങ്ങനെയല്ല, വ്യക്തമായ തെളിവുണ്ട്, ഇതൊരു രാഷ്ട്രീയമായി ഉപയോഗിച്ചതാണ്, ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആരെങ്കിലും ഒരു കത്ത് കൊടുത്തത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുമോ? അതിലെന്ത് കാര്യം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഇവര് സർക്കാർ വീണ്ടും വെട്ടിലായിരിക്കില്ലേ? ആരെങ്കിലും ആണോ ഒരു കത്ത് കൊടുത്തത്? സാക്ഷാൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് കത്തെഴുതിയത് ജില്ലാ ഘടകങ്ങൾക്ക്. അതായത് സർക്കാർ ഒരു കാര്യം, ഒരു പദ്ധതി തീരുമാനിക്കുന്നതിന് മുമ്പേ ആലോചനയിൽ ഇരുന്നപ്പോൾ തന്നെ അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അറിയുകയാണ് പാർട്ടിയുടെ. അവിടെ നിന്നും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എല്ലാ ജില്ലാ ഘടകങ്ങൾക്കും കത്തെഴുതുകയാണ്. നമുക്കൊരു 85,000 CPM-ന്റെ പ്രവർത്തകരെ വേണം. എന്തിനാണ്? നമുക്ക് ഇങ്ങനെ ഒരു സർവേ നടത്തണം, നമുക്ക് ഇത്തരം സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം, അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം, അവരോട് ഇത്തരം കാര്യങ്ങൾ. പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ, ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഈ ഭൂമുഖത്ത് വന്ന് നിൽക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവർക്ക് എന്തൊക്കെയാണ് ന്യായീകരണങ്ങൾ അങ്ങോട്ട് പറയാനുള്ളത്? അതിനുവേണ്ടി പാർട്ടി സഖാക്കളെ, CPM പ്രവർത്തകരെ ഇവർ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ ഇത് നടന്നു കഴിഞ്ഞു. സെപ്റ്റംബർ 20-നോ 23-നോ ആണ് MV ഗോവിന്ദൻ ജില്ലാ ഘടകങ്ങൾക്ക് കത്തെഴുതുന്നത്. അതെന്തിനാണ്? സർക്കാർ ഖജനാവിലെ 20 കോടി രൂപ എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സർവേ നടത്തുമ്പോഴേ അതിന് CPM പ്രവർത്തകരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇത് രാഷ്ട്രീയ പരിപാടിയല്ലാതെ ഇത് എങ്ങനെയാണ് പിന്നെ സർക്കാർ പരിപാടിയാകുന്നത്? ഇത് തീർച്ചയായും ഇത് 100% പാർട്ടി പരിപാടിയാണ്, CPM-ന്റെ പരിപാടിയാണ്. അത് മാത്രമേ, അതൊരൊറ്റ കാര്യം മാത്രം മതി ഈ സ്റ്റേ മാറിപ്പോകാനായിട്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇവരുടെ പൊള്ളയായ വാഗ്ദാനങ്ങളും പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും കൊള്ളയും എല്ലാം സുപ്രീം കോടതി തന്നെ ഇന്ന് ചോദിച്ചു, ശബരിമലയിൽ സ്വർണം എന്തെങ്കിലും ഇനി ബാക്കിയുണ്ടോ എന്ന്. അപ്പോ ഇത്തരം നിരന്തരം കോടതിയുടെ പ്രഹരങ്ങൾ അവർ ഏറ്റുവാങ്ങിയാണ്. ഇതൊരു PR സർക്കാരാണ് പൂർണ്ണമായും. രണ്ടാം പിണറായി സർക്കാർ എന്ന് പറയുന്നത് പൂർണ്ണമായും, കാരണം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവർ എന്തൊക്കെ അഴിമതികൾ കാണിച്ചോ കംപ്ലീറ്റ് അഴിമതികളും കാണിച്ച് കൊള്ളയടിച്ച ഈ ഒരു സംസ്ഥാനത്തെ കൊള്ളയടിച്ചിട്ട് രണ്ടാം സർക്കാരിന്റെ കാലത്ത് ഇവർ കോടികൾ ചെലവാക്കി PR നടത്തുകയാണ്. ഇത് ഈ ഡാറ്റ മോഷണത്തിന്റെ കാര്യം അന്ന് കോവിഡിന്റെ സമയത്ത് 2020 കോവിഡിന്റെ സമയത്ത് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതാണ്, സ്പ്രിംഗ്ലർ എന്ന കമ്പനിക്ക് ഡാറ്റ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്. അത് മറ്റൊരു വിഷയമാണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഞാൻ ഈ PR-ന്റെ കാര്യത്തിലേക്ക്, ഈ സർവേയുടെ കാര്യത്തിലേക്ക് തന്നെ വരാം. ശരിക്കും പറഞ്ഞാല് ഇവർ 4ാമത്തെ വർഷം കാര്യമായിട്ട് അങ്ങ് ആഘോഷിച്ചു. എന്താണ്? ഇനി ഭരണം പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആഘോഷിക്കാനോ ഒന്നിനും പറ്റത്തില്ലല്ലോ. ഈ 4ാമത്തെ വർഷം ആഘോഷിച്ചവർ എങ്ങനെയാണെന്ന് അറിയാമോ? മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ഫ്ലെക്സ് ബോർഡുകൾ ഈ സംസ്ഥാനത്ത് നിരത്തുന്നതിന് വേണ്ടിയിട്ട് 15 കോടി രൂപയാണ്, ഒന്നും രണ്ടും അല്ല, 15 കോടി രൂപയാണ് പിണറായി വിജയന്റെ മുഖം ഒരു ഫ്ലെക്സിൽ വെച്ച് ഈ സംസ്ഥാനം മുഴുവൻ വയ്ക്കുന്നതിന് അവർ ഉപയോഗിച്ചത്. ആ സമയത്ത് സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൃത്യമായി കൊടുക്കുന്നുണ്ടായിരുന്നില്ല. കുടുംബശ്രീ ഹോട്ടലുകൾ ഇവിടെ തുടങ്ങി. ആ സ്ത്രീകൾക്ക്, ആ വനിതകൾക്ക് കൃത്യമായി ഫണ്ട് കൊടുത്തില്ല. അവർക്ക് അവരുടെ എടുത്ത പൈസ അവരെ കയ്യില്ലാതിരിക്കുന്ന അവർ ക്യാഷ് അവിടെ നിന്ന് ഇവിടെ നിന്ന് മറിച്ച് കടം വാങ്ങിച്ചും കൊണ്ടുവന്നു. അവരുടെ ജീവിതം പോലും, അവരുടെ നിത്യജീവിതം പോലും വഴിയാധാരമായി നിൽക്കുകയാണ്. ആ സമയത്താണ് 15 കോടി രൂപ കൊടുത്ത് സ്വന്തം ഫോട്ടോ കേരളം മുഴുവൻ പതിപ്പിച്ചു വെച്ചത്, ഈ നാടിന്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് ഇത്രയും കുടിശ്ശിക ഉണ്ട്, മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. ഇങ്ങനെ സംസ്ഥാനം ബുദ്ധിമുട്ടുന്ന ഒരു സമയത്താണ് എന്ത് ചെയ്യുന്നത്? 15 കോടി രൂപ കൊടുത്ത് സ്വന്തം ഫോട്ടോ പതിപ്പിച്ചത്. അതുകൂടാതെ 50 കോടി രൂപ എടുത്ത് തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റോൾ ഇട്ടു. കേരളത്തിൽ ഇവർ സ്റ്റോൾ ഇട്ടു. അത് AC ആയിരുന്നു, ശീതീകരിച്ച സ്റ്റോളുകളായിരുന്നു. അതിന് ചിലവാക്കിയത് 50 കോടി രൂപയാണ്. ആ സമയത്തും ഇവിടെ കേരളത്തിൽ യാതൊരു ആനുകൂല്യങ്ങളും കിട്ടാതെ ഒരു വിഭാഗം പണിയെടുക്കുന്നുണ്ടായിരുന്നു. പെൻഷൻ കറക്റ്റ് ആയിട്ട് കിട്ടാതെ പെൻഷൻ മുടങ്ങി. പറഞ്ഞ വാഗ്ദാനം 2500 രൂപ പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അത് ഈ 10ാം വർഷമായപ്പോ എവിടെ എത്തിയെന്ന് നമ്മൾ കണ്ടു. എത്ര മാസങ്ങൾ കുടിശ്ശികയിട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് വെറും PR വർക്ക് മാത്രമാണ് കേരള സർക്കാർ ചെയ്യുന്നത്, പിണറായി വിജയൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവേ അവർക്ക് പിന്നെ ഈ 85 ലക്ഷം വീടുകളിൽ പോകണമെന്ന് പറഞ്ഞാൽ 1 ലക്ഷം വീടുകളിൽ പോലും പോകാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ അവർ ഈ സമയത്ത് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചിട്ട് അവരെന്തു പറഞ്ഞു? ഞങ്ങൾ ഗൃഹ സന്ദർശനം നടത്തുമെന്ന് പറഞ്ഞു. അതും ഇറങ്ങിയപ്പോൾ തന്നെ പാളി. അങ്ങനെ നിരന്തരം ചെയ്യുന്നതെല്ലാം ഇപ്പോ തിരിച്ചടികളായിക്കൊണ്ടിരിക്കുകയാണ്. അത് PR ചെയ്താലും ശരി തന്നെയാണ്, അതല്ലാതെ CPM പ്രവർത്തകർ നേരിട്ട് ചെയ്താലും ശരി തന്നെയാണ്. ഇമാതിരി മെസ്സേജുകൾ അയച്ച് ജീവനക്കാരെ വീണ്ടും വീണ്ടും, ജീവനക്കാരെന്താ ബുദ്ധിയില്ലാത്തവരാണോ? അവർ മണ്ടന്മാരാണോ? 10 വർഷമായി അവർ ഞെങ്ങി ഞെരുങ്ങിയിരിക്കുകയാണ് ഏതൊരുവിധ ആനുകൂല്യങ്ങളും കിട്ടാതെ.
അതേസമയം തന്നെ ഈ പറയുന്ന ഇപ്പോൾ ടീച്ചർ സൂചിപ്പിച്ചത് ആ ഒരു ഗൃഹസമ്പർക്ക പരിപാടി അതാണെങ്കിലും, അതുപോലെ തന്നെ വികസന മുന്നേറ്റ ജാഥ എന്ന് പറഞ്ഞുകൊണ്ട് മേഖലാ ജാഥകൾ സംഘടിപ്പിച്ചു. ഇതെല്ലാം പാളിപ്പോയി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ പൊതുജനങ്ങൾക്കും അറിയാം ഇത് പാളിപ്പോയി എന്ന്. പക്ഷേ CPM ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇതൊക്കെ വിജയത്തിൽ ചെന്നാണ് കലാശിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രവർത്തകരെ ഉത്തേജിപ്പിക്കാൻ, അവർക്ക് ഉണർവ് നൽകാൻ ഈ പരിപാടികൾ വലിയ രീതിയിൽ സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ ഒരു മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ടും ഈ ഗൃഹസമ്പർക്ക പരിപാടിയുമായി ബന്ധപ്പെട്ടും നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ ഒരു സർവേയുമായി ബന്ധപ്പെട്ട് പോലും പ്രവർത്തകരെ വേണമെന്ന് പറഞ്ഞപ്പോൾ 85,000 പേരെ വേണമെന്ന് ആവശ്യപ്പെട്ട സമയത്ത് പോലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമാണ് പ്രവർത്തകർ സജ്ജമായി ഇറങ്ങിയത്. അതിനൊരു ഉദാഹരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് കാരണമായി പറയുന്നത്, ഈ പറയുന്ന പ്രവർത്തകർ നേതാക്കന്മാർ ചെയ്ത തെറ്റിന് ഞങ്ങൾ എന്തിന് ജനങ്ങളുടെ വായിലിരിക്കുന്നത് കേൾക്കണം എന്നുള്ളൊരു അർത്ഥത്തിലായിരിക്കണം അവർ ഒന്ന് മടിച്ചത് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതൊരു കാര്യം. ഈ പ്രവർത്തകരെ ഉണർവേൽപ്പിക്കുന്ന അല്ലെങ്കിൽ വികസന ജാഥകളെല്ലാം വികസിപ്പിച്ചു എന്ന് പറഞ്ഞു. ജാഥകൾ കൊണ്ട് ഉപയോഗമുണ്ടായി, ഉണർവുണ്ടായി എന്ന് പറഞ്ഞു. ജാഥകൾ കൊണ്ടല്ല ഉണർവുണ്ടായത്. അവരുടെ പ്രവർത്തകരെ അവർ ഉണർവ് ഏകിപ്പിച്ചെടുക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അത് അവർ എന്ത് മോശമായ പ്രവൃത്തി ചെയ്താലും ഇവർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അവർക്ക് എതിരെ കേസെടുക്കാതിരിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ പ്രവർത്തകർ ഉണർവേകി എങ്ങനെയാണെന്ന്. CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം തിരുവല്ലയിലാണെന്നാണ് എന്റെ ഓർമ്മ. ഇന്നലെയോ മെനിഞ്ഞാന്നോ വന്ന ഫോട്ടോ ഉൾപ്പെടെ നമ്മൾ ചാനലുകളിൽ കണ്ടതാണ്. 550 ഗ്രാമോ 45 ഗ്രാമോ MDMA യുമായിട്ട് CPM പ്രവർത്തകർ, അതിനകത്ത് ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഉണ്ടായിരുന്നു. അപ്പോ ഇമാതിരി ഉള്ള കാര്യങ്ങളിലാണ് ഇവരുടെ ശ്രദ്ധ പോകുന്നതും. പ്രവർത്തകർക്ക് ഉണർവേകാൻ വേണ്ടി ഇവർ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളാണ് ഇതൊക്കെ. അവർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള ലൈസൻസും കൊടുത്തിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ഉണർന്നാൽ മാത്രം മതി എന്നുള്ളതാണ് അവർക്ക്. പിന്നെ ഈ ജാഥയും ജാഥകളിൽ ആളില്ലാ കസേരകൾ നമ്മൾ കണ്ട ചെമ്മനം ചാക്കോ ഇന്നുണ്ടായിരുന്നെങ്കിൽ വീണ്ടും ആ കവിത എഴുതിയിരുന്നു. ആളില്ലാ കസേരകൾ നിരന്തരം നമ്മൾ കാണുന്നതായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങൾ ഇപ്പോ ഇതൊരു സദ്ഭരണമാണ് എന്ന് വിശ്വസിക്കണം. ജനങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ജനങ്ങൾക്ക് സ്വന്തം അനുഭവം കൊണ്ട് അതൊന്ന് സ്പർശിച്ചറിയാൻ സാധിക്കണം. ഇന്ന് അതെങ്ങനെയായിരിക്കും ജനങ്ങൾക്ക് സാധിക്കുന്നത്? ജനങ്ങൾ ഒരു പനി വന്നു, അല്ലെങ്കിൽ ചെറിയൊരു അസുഖം വന്നു, ഒരു ഹോസ്പിറ്റലിൽ പോയി, ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ പോയി, അവിടെ ജനങ്ങൾക്ക് കിട്ടണം. ഇന്ന് സർക്കാർ ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ തിരിച്ചു വരുമെന്നുള്ളത് എന്താണ് ഉറപ്പ്? അല്ലെങ്കിൽ തിരിച്ചു വരികയാണെങ്കിൽ നമ്മൾ ഒരു രാത്രിക്കടയിൽ കൊണ്ടുപോയി തൂക്കി വിറ്റാൽ നമുക്ക് നല്ല പൈസ കിട്ടും. അത്തരം ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ കത്രികയാകട്ടെ, അവിടെ ഇരിക്കുന്ന മറ്റു പല സാധനങ്ങൾ നമ്മുടെ ദേഹത്തിട്ട് തുന്നിക്കെട്ടിയായിരിക്കും അവർ വിടുന്നത്. അത് 50 വർഷം അല്ലെങ്കിൽ 20 വർഷം കിടന്നാൽ പോലും കുറ്റമില്ല എന്നായിരിക്കും പിന്നെ വരുന്ന മറുപടി. അതിന് വരുന്ന ആരോഗ്യമന്ത്രിയുടെ വിശദീകരണം എന്തായിരിക്കും? ഞാൻ എന്ത് തെറ്റ് ചെയ്തു, ഞാൻ എന്താണ് ചെയ്തത് എന്നായിരിക്കും. അവര് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര തവണ ആരോഗ്യമന്ത്രി ഇവിടെ രാജിവെക്കണമായിരുന്നു. അങ്ങനെ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളിൽ അല്ലെങ്കിൽ ഏതെല്ലാം വകുപ്പുകളിൽ എന്തെല്ലാം അഴിമതികളാണ് ഇവർ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഒന്നിനൊന്ന് പാളിപ്പോവുകയുമാണ്. പ്രവർത്തകർക്ക് ആർക്കും തന്നെ അത്തരത്തിലുള്ള ഒരു ഉത്തേജനമോ അല്ലെങ്കിൽ ഒരു ഉണർവോ ഒന്നും തന്നെ ഇല്ല. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ നേതാക്കന്മാർ കാണിച്ച ഇത്തരം അഴിമതികൾക്ക് ഞങ്ങൾ എന്തിന് നാട്ടുകാരുടെ വായിലിരിക്കുന്ന കേൾക്കണം എന്ന് പറഞ്ഞു. ശരിയാണ്, അത് തന്നെയാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് CPM നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ ഒരു വിഭാഗം പാർട്ടി പ്രവർത്തകരെയും കൊണ്ട് ഇവർ ഗൃഹസന്ദർശനം നടത്താൻ പോയി. കേന്ദ്ര കമ്മിറ്റി അംഗം MA ബേബിക്ക് പോലും വീടുകളിൽ കയറി പാത്രം കഴുകുക, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, മീൻ വെട്ടി കൊടുക്കുക, പച്ചക്കറി എരിഞ്ഞു കൊടുക്കുക, താറാവ് ഉടയ്ക്കുക, കുട്ടികളുടെ അപ്പി കഴുകി കൊടുക്കുക, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഇവർക്ക് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് വീട്ടുകാരെന്ത് ചെയ്തു? ഇറക്കി വിടുകയാണ് ചെയ്തത്. ആരും തന്നെ ഇതിനെ അനുകൂലിച്ചില്ല. ആ ഗൃഹസന്ദർശനം എന്തേ തുടരാത്തത്? അതെന്തേ അവസാനിപ്പിച്ചത്? അതാരെങ്കിലും പറഞ്ഞിട്ടാണോ അവസാനിപ്പിച്ചത്? അത് അവസാനിപ്പിച്ചു. അതുപോലെ തന്നെയാണ് ഈ സർവേയും. സർവേ എന്ന് പറയുന്നത് ഇത്രയും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉള്ളപ്പോൾ അവർ എങ്ങനെയാണ് ബജറ്റിന് പുറത്താണ് അവർ ഈ 20 കോടി രൂപ എടുത്തത്? സർക്കാർ ഖജനാവിൽ നിന്നും ക്യാഷ് എടുക്കുമ്പോൾ, അത് ബജറ്റിന് പുറത്തെടുക്കുമ്പോൾ അതെന്താണ്? അത് നിയമസഭയിൽ അതിന്റെ അംഗീകാരം കിട്ടണ്ടേ? അതിനാണല്ലോ റൂൾസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അവർ അങ്ങനെ എന്തുകൊണ്ട് അത് അംഗീകാരം ഇല്ലാതെയാണ് അവർ ഈ 20 കോടി രൂപ എടുത്തിരിക്കുന്നത്? എപ്പോഴും അങ്ങനെയാണ്. കോടികൾ വച്ചിട്ടാണ് പിണറായി വിജയൻ സർക്കാർ സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അഴിമതി കാണിച്ചും പല രീതിയിലും ജനദ്രോഹപരമായ നടപടികൾ കാണിച്ചും അവർ സ്വന്തം കീശ വർദ്ധിപ്പിക്കുകയും സ്വന്തം കുടുംബം വളർത്തുകയും സ്വന്തം പാർട്ടിയും വളർത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കമ്മ്യൂണിസ്റ്റുകാരായ ഒരാൾ പോലും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇനി ഇറങ്ങുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായിട്ടും. എന്തായാലും ചെയ്യുന്ന PR-കളെല്ലാം സർക്കാരിന് തിരിച്ചടിയായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഇനിയിപ്പോൾ സുപ്രീം കോടതിയും സർവേയിൽ നൽകിയ അനുകൂല വിധി എന്ന് പറയുന്നതും അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രതികൂലമായി വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന നീക്കങ്ങളിലൊന്നും സന്തോഷിക്കേണ്ട എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ സഖാക്കന്മാരായിരിക്കുന്ന എല്ലാവരും തന്നെയും എല്ലാ കാലത്തും സഖാക്കന്മാരായി ഈ പറയുന്ന നേതാക്കന്മാരെ സേവിക്കും എന്നുള്ള പ്രതീക്ഷയും ഇന്നത്തെ നേതൃത്വത്തിന് വേണ്ട.
എന്തായാലും വരുന്ന ദിവസങ്ങളിൽ CPIMന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ തന്ത്രങ്ങളും പുതിയ കുരുട്ടുബുദ്ധികളുമായി രംഗത്ത് വരുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.